യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 27-ാം വചനം വായിക്കാം. യോഹന്നാൻ 4:27. അവന്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി. അവൻ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ എന്തു ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല. 3 കാര്യങ്ങളാണ് ഇവിടെ ശിഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇത്രയും നേരം നമ്മൾ ഈ മകളോട് ജീവജലത്തെക്കുറിച്ച് പഠിപ്പിച്ച ഈശോ അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർ തിരിച്ചെത്തുന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദൈവം വെളിപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങൾക്കും സമയമുണ്ട് ദൈവ പദ്ധതിയിൽ. സഭാപ്രസംഗൻ 8:6. മനുഷ്യജീവിതം ഭാരത്തിന് അടിപ്പെട്ടതെങ്കിലും ഓരോന്നിനും അതതിന്റെ സമയവും നീതിയും. ഈ മകൾക്ക് ആത്മീയ ജീവജലത്തെക്കുറിച്ചാണ് പറയുമെങ്കിൽ ശിഷ്യരെ പഠിപ്പിക്കാനുള്ളത് ഭക്ഷണത്തെക്കുറിച്ചാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ദൈവം പങ്കുവയ്ക്കുന്നത്, വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ശിഷ്യർക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത് ഭക്ഷണത്തെക്കുറിച്ചാണ്, മകൾക്ക് പകർന്നു കൊടുത്തത് ജീവജലത്തെക്കുറിച്ചാണെങ്കിൽ. യോഹന്നാൻ 4:34. യോഹന്നാൻ 4:34. യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. പിന്നെ രണ്ടാമത്തെ ഈ വചനഭാഗത്ത് കാണുന്നത് ഇവരിൽ ഉള്ളൊരു ആശ്ചര്യമാണ്. എന്തിനെ കുറിച്ചാണ് ഇവർ ആശ്ചര്യപ്പെടുന്നത്? ഈശോ ഇത്രയും ദിവ്യത്വമുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയിൽ കാണുന്ന എളിമയെ കണ്ടിട്ടും സൗമ്യതയും കണ്ടിട്ടും ശിഷ്യര് അത്ഭുതപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ശിഷ്യർക്കുണ്ടാകുന്ന അത്ഭുതം എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ ഒളിഞ്ഞു കിടക്കുന്ന സാധാരണമായ ഒരു പാവപ്പെട്ട സ്ത്രീയോട് ഇത്ര ദീർഘനേരം ദൈവീക കാര്യങ്ങൾ സംസാരിക്കുമാറ് എന്ത് എളിമയുള്ളൊരു വ്യക്തിയാണ് ഞങ്ങളെ നയിക്കുന്ന വ്യക്തി എന്ന് മനസ്സിലാക്കുന്നതാണ്. പ്രഭാഷകൻ 4:8. പ്രഭാഷകൻ 4:8. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകും. ഇതാണ് ഈശോ ചെയ്യുന്നത്, ഇവർ കാണുന്നത്. ഇനി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കാം. നമ്മുടെ എളിമ കണ്ടിട്ട് എത്ര പേര് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്? അത് നമ്മൾ ആലോചിക്കേണ്ട വലിയൊരു കാര്യമാണ്. നമ്മുടെ എളിമ കണ്ടിട്ട് എത്ര പേര് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്? പഴയ നിയമത്തിൽ ജനം മുഴുവൻ പിറുപിറുക്കുന്ന സമയത്ത് മോശ കാണിച്ച ഒരു എളിമയുടെ പ്രകടനമുണ്ട്. മോശ എപ്പോഴും ദൈവസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്നതാണ് കണ്ടേക്കുന്നത്. പക്ഷെ ഈ ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്ന ഒരു മോശയാണ് നമുക്ക് കാണാൻ സാധിക്കുക. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 5 വരെ. ജനം പരാതിപ്പെടുന്നു. രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. അവർ മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുത്തു. അവർ പറഞ്ഞു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ, വാളിനിരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നതെന്ന് ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്കിരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്. അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു തലവനെ തിരഞ്ഞെടുത്ത് അവന്റെ കീഴിലേക്ക് ഈജിപ്തിലേക്ക് തിരികെ പോകാം. അപ്പോൾ മോശയും അഹ്റോനും അവിടെ ഒന്നിച്ചു കൂടിയിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ കമിഴ്ന്നു. ഇനി ശിഷ്യർ ആശ്ചര്യപ്പെടുന്നതിൻ്റെ വേറൊരു കാര്യം, ഇവർക്ക് അറിയില്ല ഇതിൻ്റെ രഹസ്യം. ഈ സമറിയാക്കാരിയോട് എന്തിന് സംസാരിച്ചു? ഇതിൻ്റെ രഹസ്യം അവർക്ക് മനസ്സിലാവുന്നില്ല. ആ രഹസ്യം മനസ്സിലാക്കാത്തതിലാണ് അവർ ആശ്ചര്യപ്പെടുന്നത്. കാരണം ഈ മകളാണ് ഇനി വിജാതിയരുടെ ഒരു പ്രതീകമായിട്ട്, സഭയുടെ അകത്തേക്ക് വരാനുള്ള വിജാതിയരുടെ പ്രതീകമായിട്ട് വരണമെന്നും ഇവരെ തേടിയാണ് ഈശോ വന്നിട്ടുള്ളതെന്നും നഷ്ടപ്പെട്ടവരെ രക്ഷിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ദൗത്യമാണെന്നെല്ലാം ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ ആശ്ചര്യപ്പെടുന്നത്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വചനം.
ലൂക്ക 19:10. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഇവരിലുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്ന ഈ ശിഷ്യരിലെ ഒരു ഫലമാണ് ഇവർ നിശബ്ദരാണ്. ഇതെല്ലാം കണ്ടിട്ട്, അതായത് ഈശോയുടെ എളിമ കണ്ടു, ഈശോയുടെ ദൗത്യത്തിൻ്റെ രഹസ്യം അവർക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ അവർ നിശബ്ദരാണ്. ഇതൊരു യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ ഒരു ഫലമാണ്. നിശബ്ദതയിലേക്ക് രഹസ്യങ്ങൾ അറിയാൻ, ദൈവിക രഹസ്യങ്ങൾ അറിയാൻ നിശബ്ദതയിലേക്ക് നീങ്ങുന്ന ശിഷ്യർ. സുഭാഷിതം 25:2. നിഗൂഢത ദൈവത്തിന്റെ മഹത്വമാണ്, രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നു. പ്രഭാഷകൻ 32:7-9 വരെയുള്ള വചനങ്ങൾ. യുവാവെ, ആവശ്യം വന്നാലേ സംസാരിക്കാവൂ, അത് ഒന്നിലേറെ തവണ നിർബന്ധിച്ചാൽ മാത്രം. ഒതുക്കി പറയുക, കുറഞ്ഞ വാക്കുകളിൽ വളരെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക. അറിവുള്ളവനും എന്നാൽ മിതഭാഷിയും ആയിരിക്കുക. പ്രഭാഷകൻ 32:12 അവസാനത്തെ ലൈൻ. പ്രഭാഷകൻ 32:12. എന്നാൽ അഹങ്കാരപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യരുത്. ജോബ് 29:21-25 വരെയുള്ള വചനങ്ങൾ. ജോബ് 29:21 മുതൽ. എന്റെ വാക്കു കേൾക്കാൻ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്നു, എന്റെ ഉപദേശത്തിന് വേണ്ടി നിശബ്ദരായി നിന്നു. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഒന്നും പറയാനുണ്ടാവുകയില്ല. എന്റെ മൊഴികൾ അവരുടെ മേൽ ഇറ്റിറ്റു വീണു. മഴയ്ക്കെന്ന പോലെ അവർ എനിക്ക് വേണ്ടി കാത്തിരുന്നു, വസന്ത വൃഷ്ടിക്ക് വേണ്ടി എന്ന പോലെ അവർ വാ തുറന്നിരുന്നു. ധൈര്യമറ്റ അവരെ നോക്കി ഞാൻ പുഞ്ചിരിച്ചു, എന്റെ മുഖപ്രസാദം അവർ അവഗണിച്ചില്ല. ഞാൻ അവർക്ക് വഴികാട്ടിയും നേതാവുമായി, സൈന്യമധ്യത്തിൽ രാജാവിനെ പോലെയും വിലപിക്കുന്നവരെ ആശ്വസിക്കുന്നവനെ പോലെയും ഞാൻ അവരുടെ ഇടയിൽ വസിച്ചു. ജ്ഞാനം 8:12. ഞാൻ മൗനം ഭജിക്കുമ്പോൾ അവർ കാത്തു നിൽക്കും, സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യും. ഞാൻ ദീർഘമായി സംസാരിച്ചാലും നിശബ്ദരായി കേൾക്കും. ജോബ് 32:11. ജോബ് 32:11. എന്തു പറയണമെന്ന് നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ വാക്കു കേൾക്കാൻ ഞാൻ കാത്തിരുന്നു, നിങ്ങളുടെ ജ്ഞാനവചസ്സുകൾക്ക് വേണ്ടി ശ്രദ്ധിച്ചിരുന്നു. സഭാപ്രസംഗകൻ 3:7. സഭാപ്രസംഗകൻ 3:7. കീറാൻ ഒരു കാലം, തുന്നാൻ ഒരു കാലം, മൗനം പാലിക്കാൻ ഒരു കാലം, സംസാരിക്കാൻ ഒരു കാലം. സഭാപ്രസംഗൻ 5:1-2. സഭാപ്രസംഗകൻ 5:1. ദൈവഭക്തി. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ചു കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഭോഷന്മാർ അറിയുന്നില്ല. വിവേകശൂന്യമായി സംസാരിക്കരുത്. ദൈവസന്നിധിയിൽ പ്രതിജ്ഞ എടുക്കാൻ തിരുക്കം കൂട്ടരുത്. ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും. അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ. സുഭാഷിതം 17:27-28. സുഭാഷിതം 17:27-28. വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ്, പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനത്രേ. മൗനം ഭജിക്കുന്ന മൂഢൻ പോലും ജ്ഞാനി എന്ന് കരുതപ്പെടുന്നു, അവൻ വാ കൂട്ടിയിരുന്നാൽ ബുദ്ധിമാൻ എന്ന് ഗണിക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഈ യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് വളരുന്നതിൻ്റെ പ്രക്രിയയായിട്ട് ഇനി ഒത്തിരി കാര്യങ്ങളിൽ മൗനം പാലിക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.